നെക്സ്റ്റ് ഡീമെറിറ്റ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിൽ ഫസ്റ്റ് വരുന്ന ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇൻ്റർഫിയറൻസ് ഫ്രം മിനിസ്ട്രി. ഇവിടെ എല്ലാ കാര്യങ്ങളും മിനിസ്റ്ററിൻ്റെ മേൽനോട്ടത്തോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മിനിസ്റ്ററിൻ്റെ ഇൻ്റർഫിയറൻസ് ആ ഒരു ഇടപെടലുകൾ ചിലപ്പോൾ അത് ദോഷകരമായിട്ടും ബാധിച്ചേക്കാം. പിന്നെ അടുത്ത കാര്യം എന്താ, ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. എല്ലാ കാര്യങ്ങളിലും നമുക്കിങ്ങനെ ഡിസിഷൻ മേക്കിംഗ് കറക്റ്റായിട്ട് നടക്കുന്നില്ല. ഇവിടെ മൊത്തം ഓട്ടോണമസ് അധികാരം നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിനോട് ചോദിച്ച് അവിടെ നിന്ന് കറക്റ്റ് കാര്യങ്ങളെത്തി നമ്മൾ കറക്റ്റ് ഒരു ഡിസിഷൻ എടുക്കുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്തിലേക്ക് അത് വഴിതെളിക്കുന്നു, അണേബിൾ ടു ടാപ്പ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസൊക്കെ വരുന്നത് ചിലപ്പോൾ ലിമിറ്റഡ് ടൈം പീരീഡിലേക്കായിരിക്കും. നമ്മൾ ഈ ടൈം പീരീഡ് കഴിഞ്ഞിട്ടാവാം ഈ ഡിസിഷനൊക്കെ എടുത്ത് വരുമ്പോഴേക്കും അത്രയും ഡിലേ ഉണ്ടാകുമ്പോൾ ആ ഒരു ബിസിനസ് അവസരം തന്നെ അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് വരുന്നൊരു കാര്യം എന്താ, റെഡ് ടാപ്പിസം, അഴിമതി. ഇവിടെ നമുക്കറിയാം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് മിക്ക എല്ലാ ഗവൺമെൻറ് സ്ഥാപനത്തിലും ഈ അഴിമതിയുടെ ഒരു അംശമുള്ളതുപോലെ തന്നെ ഇവിടെയും ആ ഒരു അംശം ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട്. പിന്നെന്താണ്, ആ ഒരു പ്രശ്നം ഇവിടെയും ഉണ്ട്. ചുവപ്പ് നാണയം കുരുങ്ങ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താ, പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്. നമുക്കറിയാം ഇത് സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ സർക്കാരാണ് ലോൺ ചെയ്യുന്നത്, ബാങ്ക് ചെയ്യുന്നതൊക്കെ തന്നെ എന്താണ്, ഗവൺമെൻറ്റാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താ, ആ സിറ്റുവേഷനിൽ ആരാണോ ഭരിക്കുന്നത് ആ ഒരു പാർട്ടി ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, പൊളിറ്റിക്കൽ ആ ഒരു സർക്കാരിൻ്റെ ആ ഒരു പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, മറ്റ് പാർട്ടികളുടെയും ഇൻഫ്ലുവൻസുകൾ അവിടെ ഉണ്ടാവും. അതാണ് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്. പിന്നെ എന്താ, കൺസ്യൂമർ ഇൻട്രസ്റ്റ് ഈസ് നോട്ട് ഡിസിസി ഫാക്ടർ. ഇവിടെ അധികം കൺസ്യൂമർ ഇൻട്രസ്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. അത് ഇതിൻ്റെ ഒരു ഡീമെറിറ്റാണ്.